നമസ്കാരം, ഞാൻ ഡോക്ടർ ജേക്കബ് ജോർജ്, SUT ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടൻറ്റ് നെഫ്രോളജിസ്റ്റാണ്. ദേഹത്തിൽ നീരുണ്ടാകുക ഒരു സാധാരണ പ്രശ്നമാണ്. പലപ്പോഴും ആളുകളുടെ ഒരു ധാരണ അത് വൃക്ക തകരാർ കൊണ്ടുവരുന്ന കാരണം കൊണ്ടാണ്. ഇതിൻ്റെ എന്താ കാരണം മനസ്സിലാക്കാൻ നമുക്ക് അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് സംസാരിക്കാം. നമ്മുടെ ശരീരത്തിൽ ഒരു 60% വെള്ളമാണ്. പക്ഷേ ഈ വെള്ളം ഒരു 70% കോശങ്ങൾ അല്ലെങ്കിൽ സെൽസിനകത്താണ് ഉള്ളത്. സെൽസിൻ്റെ വെളിയിൽ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് അത് രക്തക്കുഴകളിൽ ഒരു 25% ആണ് ഉള്ളത്. ബാക്കിയുള്ളത് ഇൻറ്റർസ്റ്റീഷ്യൽ സ്പേസിലാണ് ഉള്ളത്. ഈ ഇൻറ്റർസ്റ്റീഷ്യൽ സ്പേസിലുള്ള വെള്ളം ഒരു 2.5-3 ലിറ്റർ കൂടുതലാവുമ്പോഴാണ് ശരീരത്തിൽ നീരുണ്ടാകുക. പക്ഷേ നീരുണ്ടാകുന്നത് ചിലപ്പോൾ ശരീരത്തിൽ മൊത്തം ആയിരിക്കത്തില്ല, ചിലപ്പം ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഉള്ളത്. അത് ലോക്കലൈസ്ഡ് എഡീമ എന്ന് പറയും. ഇത് പല കാരണങ്ങൾ കൊണ്ട് വരാം. ഇപ്പോൾ നമുക്ക് കണ്ണിൽ പോളയിൽ പെട്ടെന്ന് നമ്മളൊരു ദിവസം നോക്കുമ്പോഴത്തേക്ക് കൺപോളയിൽ നീര് വരിക, ചുണ്ടിലൊക്കെ നീര് വരിക, ഇതൊക്കെ ചിലപ്പം അലർജിയുടെ ഒരു ലക്ഷണമാകാം. ഇത് ആൻജിയോ ന്യൂറോട്ടിക് എഡീമ എന്ന് പറയും. ഇത് ചിലപ്പോൾ എന്തെങ്കിലും കടിച്ചാലോ, പ്രാണികൾ വല്ലതും കടിച്ചാലോ, എന്തെങ്കിലും പ്രത്യേകിച്ച് ആഹാരം വല്ലതും കഴിക്കുകയാണെങ്കിൽ അതൊരു അലർജിയുടെ ലക്ഷണമാണ് ഈ ആൻജിയോ ന്യൂറോട്ടിക് എഡീമ. 90% ആളുകളിൽ ഇതൊരു 2-3 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടും. ചിലവർക്ക് കോർട്ടിക്കോ സ്റ്റീറോയിഡ്സ് അല്ലെങ്കിൽ ആൻറ്റി അലർജിക് ടാബ്ലറ്റ്സ് കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടും. ഇത് സാധാരണ രീതിക്ക് പ്രശ്നം വരുത്തുന്ന ഒരു പ്രോബ്ലം അല്ല. പക്ഷെ ചിലപ്പം അത് ശ്വാസക്കൊടകളിൽ നീര് കൂടിയിട്ട് ശ്വാസമുട്ടൽ വരും. ഇത് ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനാണ്. അപ്പോൾ ഇതിൽ ഒരു എമർജൻസി ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യം ചിലപ്പോൾ ഹോസ്പിറ്റലിൽ എമർജൻസി വാർഡിൽ പോകേണ്ടി വന്നേക്കാം. ചിലപ്പം ഒരു സ്ഥലത്ത് മാത്രം, ഒരു കയ്യിലോ കാലിലോ മാത്രം ചിലപ്പോൾ നീര് കണ്ടെന്ന് വന്നേക്കാം. ചിലപ്പം ഇതിൽ കയ്യിലോ കാലിനോ ചിലപ്പം കുറച്ച് വേദന കണ്ടേക്കാം, നോക്കുമ്പം ചിലപ്പം ചുമനിറം കണ്ടേക്കാം, തൊടുമ്പം വേദന ഉണ്ടാകാം. ഇത് ചിലപ്പം ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ സെല്ലുലൈറ്റിസിൻ്റെ ഒരു ലക്ഷണമാകാം. എന്തെങ്കിലും കടിച്ചാൽ വരാം, ചിലപ്പോൾ എവിടെയെങ്കിലും തട്ടിമുട്ടി വന്നാൽ ഇൻഫെക്ഷൻ വരുമ്പോഴത്തേക്കും വരാം. അപ്പോൾ ഇത് നമ്മൾ അതിൻ്റെതായ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടും. ചിലപ്പം ഒരു കാലിലോ കയ്യിലോ മാത്രം നീര് വരിക, തൊടുമ്പം വേദന കണ്ടേക്കാം, പക്ഷേ ചുമനിറങ്ങോ അല്ലെങ്കിൽ പനിയോ ഒന്നും കാണത്തില്ല. ഇത് ഒരു രക്തക്കുഴകളിൽ കട്ട പിടിക്കാൻ വരുന്ന ഒരു ലക്ഷണമാണ്. അത് വീനസ് ത്രോംബോസിസ് എന്ന് പറയും. അത് നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ചിലപ്പം വാർഡിൽ കുറേ നേരം അനങ്ങാതെ കിടക്കുവാണെങ്കിൽ കാലിൽ രക്തക്കുഴലിൽ ചിലപ്പോൾ ഈ രക്തക്കട്ട പിടിച്ചെന്ന് വന്നേക്കാം. അപ്പം നമ്മൾ നോക്കുമ്പോൾ ആ കാലിൽ മാത്രമായിരിക്കും ചിലപ്പോൾ നീരുള്ളത്. അപ്പോൾ ഇത് രക്തക്കട്ട വരാതിരിക്കാൻ വേണ്ടി ചിലപ്പം പ്രോഫിലാക്റ്റിക്കായിട്ട് ചിലവർ ആൻറ്റി കോയാഗുലേഷൻ മരുന്നുകളും ചിലപ്പം കൊടുക്കും. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കുറേ നാൾ അനങ്ങാതിരിക്കുന്ന രോഗികൾക്ക്. ചിലപ്പോൾ നമ്മൾ 2 കാലിൽ കുറച്ച് യാത്ര ചെയ്യുമ്പം ചിലപ്പം കുറച്ച് നീര് കണ്ടേക്കാം. ഇത് പല കാരണങ്ങൾ കൊണ്ട് വരാം. ചിലവർക്ക് പ്രഗ്നൻസി ടൈമിൽ ചിലപ്പോൾ നീര് കണ്ടെന്ന് വന്നേക്കാം. ഇത് പക്ഷേ ഒരു സാധാരണ ഒരു അവസാനത്തെ 9ാമത്തെ മാസം പ്രഗ്നൻസി ടൈമിൽ ചിലപ്പം കുറച്ച് നീര് കണ്ടേക്കാം. ഇത് ഗർഭപാത്രം രക്തക്കുഴൽ കംപ്രഷൻ കൊണ്ട് വരുന്ന നീരാണ്. അത് സാധാരണ ദൂഷ്യമൊന്നും ചെയ്യത്തില്ല, പ്രഗ്നൻസി കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറി കിട്ടിയേക്കാം. ദേഹം മൊത്തം നീര് വരുന്നത് സാധാരണഗതിക്ക് ഒരു ഇൻറ്റർസ്റ്റീഷ്യൽ സ്പേസിൽ ഒരു 2.5-3 ലിറ്റർ കവിഞ്ഞ് വരുമ്പോഴത്തേക്കാണ്, ഫ്ലൂയിഡ് അവിടെ ഒത്തിരി ആകുമ്പോഴത്തേക്കാണ് ദേഹം മൊത്തം നീര് വരിക. ഇതും പല കാരണങ്ങൾ കൊണ്ട് വരാം. നമ്മുടെ ശരീരത്തിൽ രക്തക്കുഴകളിൽ വെള്ളം പിടിച്ചു നിൽക്കുന്നത് പ്രോട്ടീൻ അല്ലെങ്കിൽ ആൽബുമിൻ കൊണ്ടാണ്. ആൽബുമിൻ്റെ ലെവൽ കുറഞ്ഞ് വന്നാലും ചിലപ്പം നീര് വരാം. കാരണം അത് രക്തക്കുഴകളിൽ നിന്ന് പിന്നെ അത് വെള്ളം ഇൻറ്റർസ്റ്റീഷ്യൽ സ്പേസിലോട്ട് ചിലപ്പം മാറി വരും. ആൽബുമിൻ ശരീരത്തിൽ കുറയാൻ പല കാരണങ്ങൾ കൊണ്ടാകാം. ചിലപ്പം നമ്മൾ പഴയ കാലത്ത് പട്ടിണി സമയത്തൊക്കെ ആഹാരം ശരിക്കും കഴിക്കാത്തവരല്ല ദേഹത്തിൽ ശരീരത്തിൻ്റെ ആൽബുമിൻ കുറഞ്ഞിരിക്കും. അപ്പം ആ സമയത്ത് കാലിലും കയ്യിലൊക്കെ നീര് വരാം. ഇത് പഴയ കാലത്ത് കുട്ടികളിലൊക്കെ ക്വാഷിയോർക്കർ എന്ന് പറഞ്ഞൊരു അസുഖം കൊണ്ട് നമ്മൾ ഈ മാൽന്യൂട്രീഷൻ കൊണ്ട് ആൽബുമിൻ കുറഞ്ഞിട്ട് നീര് നമ്മൾക്ക് കാണാൻ സാധിച്ചേക്കാം. ചിലപ്പം ആഹാരം കഴിച്ചാലും ബ്ലഡിൽ ആൽബുമിൻ ലെവൽ കുറഞ്ഞു വരാം. ഇത് മാൽ അബ്സോർപ്ഷൻ, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് ആൽബുമിൻ ശരീരത്തിൽ നമ്മൾ ആഹാരത്തിലുള്ള ആൽബുമിൻ അബ്സോർബ് ചെയ്ത് രക്തക്കൊള്ളോട്ട് വരുന്നില്ല. ഇത് മാൽ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞ അസുഖം കൊണ്ട് വരാം. ഇങ്ങനത്തെ ആളുകൾക്ക് ചിലപ്പം ഈ കൊഴുപ്പുള്ള ആളുകൾ കഴിക്കുമ്പോഴത്തേക്ക് വയറ്റിളക്കമോ ദഹന പ്രോബ്ലം കൊണ്ടുവരുന്ന ശരീരത്തിലെ ആൽബുമിൻ്റെ അംശം കുറഞ്ഞു വരും. അപ്പോൾ ഇവർക്കും ചിലപ്പം ഈ ഇൻറ്റർസ്റ്റീഷ്യൽ സ്പേസിലോട്ട് വെള്ളം കൂടുതൽ വരും. ഹൃദയരോഗം കൊണ്ടും നീര് വരാം. ഇത് ഹാർട്ടിൻ്റെ പമ്പിങ് പ്രശ്നം കൊണ്ട്
ഹാർട്ട് ഫെയിലിയർ കൊണ്ടായിരിക്കും നീര് വരുന്നത്. അപ്പോൾ ഇത് നീര് കൂടുതൽ കാലിലേക്കായിരിക്കും വരുന്നത്. പക്ഷേ നമ്മൾ രാത്രി കിടക്കുമ്പോഴത്തേക്ക് കാലിലുള്ള വെള്ളം മുഴുവൻ ലങ്സിനകത്ത് കയറിയിട്ട് ചിലപ്പോൾ രാത്രി ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റ് ശ്വാസം മുട്ടുകൊണ്ട് ഇരിക്കേണ്ടി വരും. ഇത് പൾമണറി എഡിമ കൊണ്ട് ആണ് അതിൻ്റെ ഡയഗ്നോസിസ്. ഇതും ഹാർട്ടിൻ്റെ പമ്പിങ്ങിൻ്റെ പ്രശ്നം കൊണ്ട് വരുന്ന നീരാണ്. കരളിൻ്റെ അസുഖം, ലിവർ ഫെയിലിയർ കൊണ്ടും നീര് വരാം. ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ കരളിൽ നിന്ന് വരുന്ന ഒരു വെയിൻ, പോർട്ടൽ വെയിനിൽ അതിൻ്റെ പ്രഷർ കൂടിയിട്ട് രക്തത്തിലുള്ള പ്രോട്ടീൻ ഇൻറ്റർസ്റ്റീഷ്യൽ സ്പേസിലും പിന്നെ വയറിനും വരാം. അപ്പോൾ അവർക്ക് ചിലപ്പം വയറിൽ വീക്കം കൂടുതലായിരിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കാലും ദേഹം മൊത്തം നീര് വരും. അപ്പോൾ ഇത് കരൾ തകരാർ കൊണ്ട് വരുന്ന നീരാണ്. പ്രഗ്നൻസി ടൈമിലും ഞാൻ പറഞ്ഞ ടൈമിൽ കാല് കുറച്ച് നീര് കാണുന്ന ഒട്ടും അൺകോമൺ അല്ല. പക്ഷെ ചിലപ്പോൾ നമ്മൾ 6-ാം മാസം 7-ാം മാസം ഗർഭിണികൾക്ക് ചിലപ്പം ദേഹം മൊത്തം നീര് വന്നേക്കാം. ഇത് നമ്മൾ പരിശോധിക്കുമ്പോഴത്തേക്ക് മൂത്രത്തിൽ പ്രോട്ടീൻ്റെ അംശം കൂടുതലായിരിക്കും. പിന്നെ അവർക്ക് രക്തസമ്മർദ്ദം കൂടുതലായിരിക്കും. ഇത് പ്രീ എക്ലാംസിയ എന്ന് പറഞ്ഞൊരു അസുഖമാണ്. ഒരു ഗർഭിണികളിൽ ഒരു 3-5% ആളുകൾക്ക് ഇങ്ങനെ വരാം, പ്രീ എക്ലാംസിയ. നേരത്തെ പ്രഗ്നൻസി ടൈമിൽ ദേഹം മൊത്തം നീര് വരുന്ന ഒരു അസുഖമാണ്. അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ ചിലപ്പം പ്രശ്നങ്ങൾ വരാം കൊച്ചിനും അമ്മയ്ക്കും. ദേഹത്തിൽ മൊത്തം ചിലപ്പോൾ കാല് മാത്രം നീര് വരുന്നത് നമ്മൾ പ്രത്യേകിച്ച് ചില തരം മരുന്നുകൾ കഴിച്ചുകൊണ്ടും വരാം. ഇപ്പം രക്തസമ്മർദ്ദത്തിന് ബ്ലഡ് പ്രഷർ കഴിക്കുന്ന മരുന്നുകൾ, പ്രത്യേകിച്ച് കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്, നിഫിഡിപ്പിൻ, ആംലോഡിപ്പിൻ കഴിക്കുന്നവർ ചിലവരിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അവരുടെ പ്രധാന കംപ്ലയിൻറ്റ് പ്രഷറൊക്കെ കൺട്രോൾ ആയിട്ടിരിക്കും. പക്ഷേ അവർ വന്ന് പറയും കാല് കുറച്ച് നീര് കാണുന്നുണ്ട്. ഇത് ഈ തരം ആൻറ്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ് കഴിക്കുമ്പോൾ രക്തക്കൊഴൽ വികസിക്കുന്ന കൂട്ടത്തിൽ കുറച്ച് നീര് വരും. അപ്പോൾ നമ്മൾ ആ ടൈപ്പുള്ള മരുന്നുകൾ മാറ്റി വേറെ തരം ആൻറ്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സ് കൊടുക്കുകയാണെങ്കിലും നീര് കംപ്ലീറ്റ് ആയിട്ട് മാറി കിട്ടിയെന്നിരിക്കും. പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ലിംഫാറ്റിക് എഡിമ, രക്തക്കൊഴലിൽ ലിംഫാറ്റിക് ഒബ്സ്ട്രക്ഷൻ വരുമ്പോഴത്തേക്ക് ഒരു സ്ഥലത്ത് മാത്രം നീര് കണ്ടെന്ന് വയ്ക്കാം. നമുക്കറിയാം ഫൈലേറിയാസിസ് അല്ലെങ്കിൽ മന്ദകാലം, നമുക്കറിയാം ഒരു കാലിൽ മാത്രം അല്ലെങ്കിൽ ഒരു കൈക്ക് മാത്രം നീര് കൂടുതൽ വരിക. ഇത് ലിംഫാറ്റിക് ഒബ്സ്ട്രക്ഷൻ വന്നിട്ട് വരുന്ന പ്രോബ്ലമാണ്. ഇത് ഫൈലേറിയാസിസ് എന്ന് പറഞ്ഞൊരു അസുഖം കൊണ്ട് വരുന്ന ഒരു രോഗമാണ്. കൂടാതെ ഈ ലിംഫാറ്റിക് ഒബ്സ്ട്രക്ഷൻ ചിലതരം ക്യാൻസേഴ്സും കൊണ്ട് വരാം. അതിൽ ക്യാൻസറസ് ഇൻഫിൽട്രേഷൻ ലിംഫാറ്റിക് വെസൽ വന്ന് തടസ്സം വരുമ്പോഴത്തേക്ക് ഇങ്ങനെ നീര് വരാം. പിന്നെ നമുക്ക് ഈ ബ്രസ്റ്റ് ക്യാൻസർ സർജറി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നോക്കാം. ആ സർജറി കഴിയുമ്പോഴത്തേക്ക് ആ കൈക്ക് ചിലപ്പോൾ ഒരു കൂടുതൽ നീര് കണ്ടെന്ന് വരാം. അത് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ലിംഫാറ്റിക്സിന് തടസ്സം വരുമ്പോഴാണ് സാധാരണഗതിക്ക് ഇങ്ങനത്തെ നീര് വരിക. പക്ഷേ പ്രധാനമായിട്ട് ദേഹത്തിൽ മൊത്തം നീര് വരുന്നതിന് വൃക്കകൾക്ക് ഒരു പ്രധാന പങ്കുണ്ട്. കാരണം നമ്മൾ കഴിക്കുന്നത് ആഹാരത്തിൽ വെള്ളവും ഉപ്പും അതുപോലെ ശരീരത്തിലുണ്ടാകുന്ന വെള്ളവും ഉപ്പും കളയുന്നത് വൃക്കകൾ കൂടിയാണ്. അപ്പം വൃക്ക തകരാറ് വരുമ്പോഴത്തേക്ക് ശരീരം മൊത്തം നീര് വരുന്നത് ഒരു കോമൺ സിംറ്റമാണ്. നമ്മളിപ്പോൾ ചെറുപ്രായത്തിൽ കുട്ടികൾ നമ്മൾ ചിലപ്പോൾ അമ്മമ്മ പറയും കൊച്ചിന് ഇപ്പോൾ രാവിലെ നമ്മൾ ഇന്നലെ വരെ ഒരു കുഴപ്പമില്ല, പക്ഷേ ഇന്ന് രാവിലെ എഴുന്നേൽപ്പിട്ട് കണ്ണുപോളയിൽ നീര് കാണുന്നുണ്ട്. അപ്പോൾ ഇതും ഒരു കിഡ്നിയുടെ അസുഖത്തിൻ്റെ ഒരു ലക്ഷണമാണ്. കാരണം ഈ കിഡ്നിയുടെ അസുഖത്തിൽ സാധാരണ ആദ്യം നീര് വരുന്ന കൺപോളകളിലായിരിക്കും. അപ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോഴത്തേക്ക് ഇവരുടെ കൊച്ചിൻ്റെ വെയിറ്റ് കൂടുതലായിരിക്കും. പിന്നെ നമ്മൾ പരിശോധിക്കാൻ മൂത്രത്തിൽ പ്രോട്ടീൻ്റെ അംശം കൂടുതലായിരിക്കാം, കൊളസ്ട്രോൾ ലെവൽ കൂടുതലായിരിക്കാം, ബ്ലഡിൽ ആൽബുമിൻ ലെവൽ കുറവായിരിക്കാം. കാരണം ഈ ആൽബുമിൻ ലെവൽ കുറയുന്നത് മൂത്രത്തിൽ കൂടി ആൽബുമിൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് രക്തത്തിൽ ആൽബുമിൻ്റെ ലെവൽ കുറഞ്ഞെന്ന് വരാം. ഇതുകൊണ്ട് ഇൻറ്റർസ്റ്റീഷ്യൽ സ്പേസിലോട്ട് വെള്ളം കൂടുതൽ പോകും. അപ്പോൾ നമ്മൾ കൺപോളയിൽ ഇൻറ്റർസ്റ്റീഷ്യൽ സ്പേസ് ആയിരിക്കും ആദ്യം ഈ നീര് കണ്ടുവരുന്നത്. പിന്നെ നെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞ അസുഖം കൊണ്ട് നീര് വരാം. ഇങ്ങനത്തെ രോഗികൾക്ക് സാധാരണഗതിക്ക് മൂത്രത്തിൻ്റെ അളവ് പെട്ടെന്ന് കുറയുക, മൂത്രത്തിൽ ചുമനിറം വരിക, ഇവരെ പരിശോധിക്കുമ്പോഴത്തേക്ക് രക്തസമ്മർദ്ദം അമിതമായിട്ടായിരിക്കും. പിന്നെ ഇവർ ചോദ്യം ചോദിക്കുമ്പോഴത്തേക്ക് ഇവർ ഒന്നിൽ ഒരു 2-3 ആഴ്ച മുമ്പ് പനി ഉണ്ടായിരുന്നു, തൊണ്ടവേദന ഉണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ കാലിൽ എവിടെയെങ്കിലും മുറിവോ പഴുപ്പോ ഉണ്ടെങ്കിൽ ഈ അക്യൂട്ട് ഗ്ലോമറൽ നെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞ അസുഖം കൊണ്ട് ശരീരം മൊത്തം നീര് വരാം. പിന്നെ വൃക്ക തകരാറ് കൊണ്ട് നീര് വരാം. അക്യൂട്ട് കിഡ്നി ഇഞ്ചറി, പെട്ടെന്ന് വരുന്ന വൃക്ക തകരാറ് കൊണ്ട് നീര് ഒരു കോമൺ സിംറ്റമാണ്. ഇത് നമ്മൾ മൂത്രത്തിൻ്റെ അളവ് കുറഞ്ഞിരിക്കും. അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന വെള്ളം എക്സസ് ഉപ്പ് കഴിക്കുകയാണെങ്കിൽ അതെല്ലാം ശരീരത്തിൽ തങ്ങി നിന്നിട്ടാണ് നീരുണ്ടാകുക. സായായ വൃക്ക തകരാറ് വരുന്നത് ഗ്രാജുവലായിട്ടായിരിക്കും നീര് കണ്ടുവരുന്നത്. നമ്മൾ ആദ്യം കാലിലൊക്കെ ആയിരിക്കും നീര് വരുന്നത്, പിന്നെ ശരീരം, പിന്നെ കണ്ണ്, പിന്നെ ലങ്സിനകത്തൊക്കെ വെള്ളം കയറി തരാം. പ്രമേഹ രോഗികൾക്ക് പ്രത്യേകിച്ച് ഇത് ആദ്യ ഘട്ടത്തിൽ ഒരു രോഗലക്ഷണമാണ്. കുറേ നേരം യാത്ര ചെയ്യുമ്പോഴത്തേക്ക് കാലിൽ നീര് വരിക. നമ്മൾ പിന്നെ പരിശോധിക്കുമ്പോഴത്തേക്ക് മൂത്രത്തിൽ പ്രോട്ടീൻ്റെ അംശം കൂടുതലായിരിക്കും, ബ്ലഡ് പ്രഷർ കൂടുതലായിരിക്കും, ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് രക്തഷുഗർ കൂടുതലായിരിക്കും. അപ്പോൾ പ്രമേഹ രോഗികൾ ഡയബറ്റിക് നെഫ്രോപ്പതി നീരൊരു കോമൺ സിംറ്റമാണ്. പൂർണ്ണമായ വൃക്ക തകരാറ് ഒരു 90% തകരാറ് വരുമ്പോഴത്തേക്ക് ശ്വാസമുട്ടലും വരാം. ഇത് കാരണം എന്ന് വെച്ചാൽ വൃക്കകൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ശരീരത്തിലുണ്ടാകുന്ന വെള്ളവും ഉപ്പും കളയാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ നീര് വരിക.
നമ്മൾ ഈ നീര് വരുമ്പോഴത്തേക്ക് നമ്മൾ എന്തൊക്കെ പരിശോധനകൾ ചെയ്യും? ആദ്യം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ വൃക്കകൾക്ക് തകരാറുണ്ടോ അല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പം മൂത്രത്തിൽ പ്രോട്ടീൻ്റെ അംശമുണ്ടോ, മൂത്രത്തിൽ രക്തമയത്തിൻ്റെ അംശമുണ്ടോ, രക്തത്തിൽ ആൽബുമിൻ്റെ ലെവൽ കുറവാണോ, കൊളസ്ട്രോൾ കൂടുതലാണോ, ബ്ലഡ് യൂറിയ ക്രിയാറ്റിൻ കൂടുതലാണോ, ഇതെല്ലാം വൃക്കകൾക്ക് ഒരു പ്രശ്നമുണ്ടെന്നുള്ളൊരു സൂചനയാണ്. ഇതെല്ലാം നോർമൽ ആണെങ്കിൽ നമ്മൾ നോക്കും. ആൽബുമിൻ്റെ ലെവൽ കുറവാണെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ വേറെ മാൽന്യൂട്രീഷൻ ഉണ്ടോ, ഡൈജഷൻ്റെ പ്രശ്നമാണോ, പിന്നെ ഹാർട്ടിന് പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് ഈ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ECG എക്കോ കാർഡിയോഗ്രഫി വെച്ച് നമുക്ക് ഹാർട്ടിൻ്റെ പമ്പിങ്ങിന് പ്രശ്നമുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചേക്കാം. കരണ്ട് പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ബ്ലഡിലെ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ഉണ്ട്, നമുക്ക് മനസ്സിലാക്കാം ലിവറിന് ചെറിയ തകരാറുണ്ട്. നമ്മൾ വയറിൻ്റെ അൾട്രാസൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാം പോർട്ടൽ വെയിൻ വികസിച്ചിരിക്കും, അതിൻ്റെ പ്രഷറും കൂടുതലായിട്ട് വയറിനകത്തായിരിക്കും കൂടുതൽ വെള്ളം കാണുന്നത്. പിന്നെ തൈറോയിഡിൻ്റെ പ്രശ്നം കൊണ്ട് നീര് വരാം. ഇതിൻ്റെ നീരിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതൊരു നോൺ പിറ്റിംഗ് എഡീമ എന്ന് വെച്ചാൽ സാറിന് നമ്മൾ നീരുള്ളപ്പോൾ നമ്മൾ ഞെക്കുമ്പോഴത്തേക്ക് പതുങ്ങും. പക്ഷേ ഈ തൈറോയിഡിൻ്റെ പ്രശ്നം വരുമ്പോഴത്തേക്ക് ഒരു അധികം പതുങ്ങത്തില്ല, അപ്പോൾ ഒരു നോൺ പിറ്റിംഗ് എഡീമ എന്ന് പറയും. അപ്പോൾ ഈ ഹൈപ്പോ തൈറോയിഡിസം കൊണ്ടും ശരീരത്തിൽ നമുക്ക് ആദ്യം നീര് തോന്നും, അവർക്കും ഒരു വെയിറ്റ് കൂടുതലായിട്ടൊരു തോന്നൽ വരാം. നീര് നമ്മൾ എങ്ങനെ ചികിത്സിക്കും? അപ്പോൾ എന്താ അതിൻ്റെ കാരണം മനസ്സിലാക്കിയിട്ട് വേണം ചികിത്സിക്കുക. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം ബ്ലഡ് പ്രഷർ കഴിക്കുന്ന മരുന്ന് കൊണ്ട് നീര് വരുവാണെങ്കിലും പ്രഷറിൻ്റെ മരുന്ന് മാറ്റി കിട്ടുവാണെങ്കിലും നീര് മാറിയെന്നിരിക്കും. നമുക്ക് ഹാർട്ടിൻ്റെ പമ്പിങ്ങിന് പ്രശ്നമാണെങ്കിലും ഹാർട്ടിൻ്റെ പമ്പിങ് ഫംഗ്ഷൻ കൂട്ടാൻ വേണ്ടി പലതരങ്ങൾ മരുന്നുകളുണ്ട്. അതേപോലെ നമ്മൾ അങ്ങനത്തെ ആളുകൾക്ക് നമുക്ക് അഡ്വൈസ് ചെയ്യാറുണ്ട് വെള്ളം ഉപ്പും കുറയ്ക്കുക. പിന്നെ മൂത്രം കൂടുതൽ പോകാനുള്ള മരുന്നുകൾ കൊടുക്കുക. ഡയൂർട്ടിക്സ്, ഫ്രൂസമൈഡ്, ലാസിക്സ്, ടോർസമൈഡ്, ആൽഡാക്ടോൺ അങ്ങനത്തെ മരുന്നുകൾ കഴിക്കുമ്പോഴത്തേക്ക് ശരീരത്തിൽ എക്സസ് വെള്ളം ഉപ്പും മൂത്രത്തിൽ കൂടെ നമുക്ക് കൂടുതൽ കളയാൻ സാധിച്ചേക്കും. ലിംഫാറ്റിക് എഡീമ ആണെങ്കിൽ അല്ലെങ്കിൽ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് ആണെങ്കിൽ രക്തക്കുഴലിൽ കട്ട പിടിക്കുമ്പോൾ വരുന്ന പ്രോബ്ലമാണ്. അത് നമുക്ക് ആൻറ്റി കോയാഗുലേഷൻ അല്ലെങ്കിൽ ത്രോംബോലൈസിസ് കൊണ്ട് നമുക്ക് ചികിത്സിക്കാം. വൃക്ക തകരാർ വരുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം പറയുന്നത് നമുക്ക് ആഹാരക്രമത്തിൽ വെള്ളവും ഉപ്പും കുറയ്ക്കാനാണ് നമ്മൾ ആദ്യം അഡ്വൈസ് ചെയ്യുന്നത്. പിന്നെ മൂത്രം കൂടുതൽ പോകാനുള്ള മരുന്നുകളും കൊടുക്കാം. പിന്നെ ചില തരം അസുഖങ്ങൾക്ക് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. നമ്മൾ നെഫ്രോട്ടിക് സിൻഡ്രോം കുട്ടികളുണ്ടാകുന്ന കോർട്ടിക്കോ സ്റ്റീറോയിഡ്സ് വെച്ച് 90% ആളുകൾ കംപ്ലീറ്റ് പൂർണ്ണമായിട്ട് അസുഖം ഭേദമാകും, നീര് കുറയും കിട്ടും, മൂത്രത്തിൻ്റെ അളവ് കൂടുകയും ചെയ്യാം. അക്യൂട്ട് ഗ്ലോമറുലർ നെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞ ആളുകൾക്കും നമ്മൾ ചിലപ്പോൾ ഡയൂർട്ടിക്സ് കൊടുത്ത് നീര് കുറയ്ക്കാൻ സാധിച്ചേക്കും. അക്യൂട്ട് ഗ്ലോമറുലർ നെഫ്രൈറ്റിസ് സാധാരണ ഇതിലേക്ക് ഒരു 2-3 ആഴ്ച കൊണ്ട് പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. വൃക്ക തകരാറായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആഹാരക്രമവും ഡയൂർട്ടിക്സും അല്ലാതെ ചിലപ്പം ഡയാലിസിസ് ചിലപ്പോൾ ചെയ്യേണ്ടി വന്നേക്കാം. ഈ ഡയാലിസിസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് രക്ത ഡയാലിസിസ് ആകുമ്പോൾ നമുക്ക് ശരീരത്തിലെ രക്തം നമ്മൾ ഡയാലിസിസ് മെഷീൻ വഴി കടത്തി അവിടെ നെഗറ്റീവ് പ്രഷർ ഉപയോഗിച്ച് രക്തത്തിലുള്ള എക്സസ് വെള്ളം വലിച്ചെടുക്കാൻ സാധിച്ചേക്കും. പെരിറ്റോണിയൽ ഡയാലിസിസും വേറൊരു മാർഗ്ഗമാണ്. ഇതിനകത്ത് നമ്മൾ ഒരു പ്രത്യേകം തരം ഒരു ഫ്ലൂയിഡ് ദ്രാവകം നമുക്കൊരു ട്യൂബ് വഴി വയറിനകത്ത് കടത്തി വിടും. അപ്പോൾ ഈ ഫ്ലൂയിഡിന് രക്തത്തിനേക്കാൾ കൂടുതൽ ഓസ്മോളാരിറ്റിയാണ് ഉള്ളത്. അപ്പോൾ ഇത് രക്തത്തിൽ നിന്നുള്ള വെള്ളം വലിച്ചെടുക്കും. അപ്പോൾ നമ്മളൊരു 2 ലിറ്റർ ഫ്ലൂയിഡ് വയറിനകത്ത് നിറച്ച് വെക്കുകയാണെങ്കിൽ ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ട് അത് ഡ്രെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു 2.5-3 ലിറ്റർ വെള്ളം വലിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെയും നീര് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചിരിക്കും. അപ്പോൾ നീര് ഒരു റിലേറ്റീവ്ലി കോമൺ പ്രോബ്ലമാണ്. പക്ഷേ അതിൻ്റെ പല കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത്. എന്താ അതിൻ്റെ കാരണം മനസ്സിലാക്കിയിട്ട് അതിൻ്റെ തക്കതായ ചികിത്സ കൊടുക്കുകയാണെങ്കിൽ ഇത് പൂർണ്ണമായിട്ട് നമുക്ക് ചികിത്സിക്കാൻ സാധിച്ചിരിക്കും. നന്ദി.